ചേട്ടാ ഇന്ന് നമ്മൾ എങ്ങോട്ടാ? ഇന്ന് നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക്, നമ്മൾ ഇതിനു മുമ്പ് പോയത് ഒരു 5 വർഷം മുമ്പ് തുടങ്ങി സക്സസ്ഫുള്ളായി അടുത്ത ഫാം തുടങ്ങാൻ വേണ്ടിയിട്ട് പോയ സ്ഥലത്തേക്കാണ്. ഇത് വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആയൊരു ഫാമാണ്. അതെ, വളരെ പെട്ടെന്ന് സക്സസ്ഫുൾ ആയെങ്കിലും മറ്റേ ചിലർ പറയില്ലേ, എൻ്റെ സക്സസ്സിന് പുറകിലത്തെ എൻ്റെ അധ്വാനം ഒരു ദിവസം കൊണ്ട് സക്സസ് ആയെന്ന് പറയുമെങ്കിലും എൻ്റെ പുറകിലുള്ള അധ്വാനം കണ്ടിട്ടില്ല. ഹൈടെക് ഫാം തുടങ്ങി പെട്ടെന്ന് അടുത്തൊരു ഫാമിലോട്ട് ചിന്തിക്കുന്ന ആളുടെ അടുത്തേക്കാണ്. 2026 ജനുവരി 1-ാം തീയതിയാണ് അവർ എൻ്റെ ബെഡിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഒരു 6 മാസം കൊണ്ട് തന്നെ അത്യാവശ്യം ബ്രേക്ക് ഈവൻ ആയി. അതുകൊണ്ട് നമ്മൾ പുതിയ ഫാം പണിയാനായിട്ട് ഡിമാൻഡും ഉണ്ട്. അവർക്ക് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റാനുള്ള നമ്മൾ പുതിയ ഫാം പണിയാനായിട്ട് നമ്മളൊരു അപ്പോൾ നമ്മൾ ആ പുതിയ സ്ഥലം കണ്ട് പുതിയ എന്തോ ഒരു ഏരിയയിൽ ചെയ്യാനുള്ളതെന്നോട് സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള പരിപാടിക്ക് പോവാണ്. ഓക്കെ, ഇനി കൂടുതൽ വിശേഷങ്ങൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. ഞങ്ങളുടെ ഫാമിൻ്റെ പേര് ജയ മഷ്റൂം, കൂട്ടിക്കൽ, സ്ഥലം കൂട്ടിക്കൽ. തുടങ്ങിയിട്ട് 6 മാസമായി. ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ പ്രവാസിയാണ്. ചേട്ടൻ സത്യം പറഞ്ഞാൽ ഗൾഫിൽ ഇരുന്നുകൊണ്ടാണ് ഫുൾ കാര്യങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ആക്ച്വലി ഞങ്ങളിവിടെ വന്നിട്ട് വീഡിയോ കോളിൽ കൂടെയാണ് ഫാം ചെയ്തത്. ആ സമയത്ത് ചേച്ചിക്ക് വെച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, ഞാൻ എങ്ങനെ ഓടിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചേച്ചി പറയണത് എനിക്ക് വിൽക്കാൻ തയ്യാറുള്ളത് എങ്ങനെയെങ്കിലും കുറച്ച് കൂടുതൽ ഉണ്ടാക്കാമെന്നാണ്. എങ്ങനെയാണ് ചേട്ടൻ പുറത്തു നിന്നത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, എങ്ങനെയാണ് ചേച്ചി ഇവിടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഓടിക്കുന്നത് എന്നുള്ളത്. കാരണം പലർക്കും അറിയില്ല എങ്ങനെ ഓടിച്ചുകൊണ്ട് പോകണമെന്നറിയില്ല. പക്ഷേ ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. 6 മാസം കൊണ്ട് വളരെ സ്റ്റൈലായിട്ട് ഓടിച്ചൊരു കൺഫ്യൂഷനും ഇല്ല, വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു സീക്രട്ട് ഒന്ന് ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം, അതെങ്ങനെയാണ് ഇത് കൃത്യമായിട്ട് പോകുന്നത്. കാരണം ചേട്ടനും ഫോണിലാണ് നല്ല ഇൻവോൾവ് ആണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ നല്ല രീതിയിൽ ഇവിടെ ഫാമിലി ഇൻവോൾവ് ആണ്, എല്ലാ ദിവസവും കാര്യങ്ങൾ അറിയുന്നുണ്ട്, ചേച്ചിയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. ഗൾഫിൽ നിന്നുകൊണ്ടാണ് ബേക്കറി തുടങ്ങുന്നത്. അന്ന് തുടങ്ങിയപ്പോഴും പുള്ളിക്കാരിയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഒരു ബിസിനസ് തുടങ്ങി, അത് പേര് പറയാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ഫാം തുടങ്ങിയപ്പോഴും ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും പുള്ളിക്കാരി ചെയ്യും. ഞാനത് ഓക്കെ പറഞ്ഞാൽ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇറങ്ങിക്കോളും. ഇപ്പോൾ ഞാനില്ലെങ്കിലും പുള്ളിക്കാരി ഓടിക്കും. അങ്ങനെയാണ് ഇത്. പിന്നെ ഞാൻ കണക്കും കാര്യങ്ങളും ഡെയിലി ചോദിക്കും, എത്ര ബോക്സ് വിറ്റു, എത്ര ബാലൻസ് കാശ്, ഇത്തരം കാര്യം ഞാൻ ഡെയിലി ചോദിക്കും. ബാക്കിയെല്ലാം പുള്ളിക്കാരി സ്വന്തം ഇഷ്ടത്തിൽ അങ്ങ് ചെയ്യും. ഹൈടെക്കാക്കിയ പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. ഞങ്ങൾ എത്ര ബെഡുണ്ട് ചേട്ടാ മൊത്തം നമുക്ക് ഇവിടെ? മൊത്തം 1000 ബെഡ് ഇപ്പോൾ അടുത്തുണ്ട്. 1000 ബെഡിൻ്റെ ഒരു ഫാം നമ്മുടെ ഉണ്ട്. ഏകദേശം എത്ര കിലോ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് ദിവസം? 5 കിലോ ആവറേജ്. 5 കിലോയാണ് ആവറേജ് പറയുന്നത്. 750 ബോക്സോളം നമ്മൾ എല്ലാ മാസവും 750-800 ബോക്സ് കൊടുക്കുന്നുണ്ട്. വിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കസ്റ്റമേഴ്സിന് കൂൺ ആവശ്യത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ഫാമും കൂടെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ 6 മാസം കൊണ്ട് തന്നെ പുതിയ ഫാമിലേക്ക് അല്ലേ, നമ്മൾ 6 മാസം കൊണ്ട് പുതിയ ഫാമിലേക്ക് വരുവാണ്. അപ്പോൾ അത് കൂണും തികയാത്തോണ്ടാണ് നമ്മൾ അല്ലേ എല്ലാവരും പലരും എങ്ങനെ വിൽക്കും എന്നുള്ള ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. സെയിൽസിലേക്ക് പോയാൽ മാത്രമേ കുൺകൃഷി വരുള്ളൂ. പക്ഷെ ഫണ്ട്സ് അത് റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ എങ്ങനെയാണ് കുൺകൃഷി തുടങ്ങാൻ? ഇപ്പോൾ പല ബിസിനസ് ചെയ്തു, നാട്ടിൽ വന്ന് സെറ്റിലാകാൻ വേണ്ടി പല ബിസിനസ് ചെയ്തു, ഒന്നും അങ്ങനെ സക്സസ് ആയില്ല. അങ്ങനെ അവസാനം ഒരു കമ്പനി പെട്ടെന്ന് പണിയില്ല, ഒരു 2 മാസം കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച ഒരു ഫാം തുടങ്ങിയാക്കാം. അങ്ങനെ ഞങ്ങൾ സ്വന്തമായിട്ട് കാർ പോർച്ചിൻ്റെ മുകളിൽ സ്വന്തമായിട്ട് ഞാനും വൈഫും കൂടെ ചേർന്ന് ഉണ്ടാക്കി. അതിൽ നിന്ന് ഞങ്ങൾ 5-10 പാക്കറ്റൊക്കെ വിറ്റ് 1.5 വർഷം 2024 തുടങ്ങി. 26 ഞങ്ങൾ പുതിയ ഹൈടെക് ഫാം ലീനാസ് മഷ്റൂമിൻ്റെ പിന്നെ ബാക്ക് ടു ഫാമിൻ്റെ കെയർ ഓഫിൽ തുടങ്ങി. പിന്നെ ഇപ്പോൾ ഇവിടം വരെ എത്തിയിരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ബാക്ക് ടു ഫാമിലോട്ടും ഇതിലോട്ട് എത്തിയത്? അതിൽ സഹായ കേന്ദ്രത്തിലെ അശ്വൻ സാർ എന്ന് പറഞ്ഞ പുള്ളിയെ കാണാൻ പറ്റി. പുള്ളിയാണ് ബാക്ക് ടു ഫാമിൻ്റെയും ലീനാസിൻ്റെയും അഡ്രസ്സ് തരുന്നത്. അങ്ങനെയാണ് നിങ്ങളെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്നത്. ഞാൻ ചോദിക്കാൻ കാര്യം, ഇപ്പോൾ ഒരു പുതിയ ഫാമിനോടെ വന്ന് നമ്മൾ അളവെടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചായിരുന്നു ചേട്ടൻ്റെ അടുത്ത്, ഇപ്പോൾ ഓൾറെഡി പോണേക്കാലം മുമ്പ് പണി തീർക്കണ്ടേന്ന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഇതിൽ നിന്ന് തന്നെ കേൾക്കണ ആൾ നമുക്ക് താല്പര്യം. സാറ്റിസ്ഫൈഡാണ്. കാരണം നിങ്ങൾ സാധാരണ ഒരു 3 മാസം 4 മാസം എന്നൊക്കെയാണ് ഫാമുകാർ പറയുന്ന പണിക്ക്. നമ്മൾ ആദ്യം ബന്ധപ്പെട്ടവരൊക്കെ പലരും പറഞ്ഞ് മുണ്ടക്കയത്ത് നമ്മൾ 1 മാസമൊക്കെ ലോഡ്ജ് എടുത്ത് കൊടുക്കും, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു.
അപ്പം ഞാനത് നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ് തരേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഡെയിലി സ്ട്രൈറ്റ് പേയ്മെൻറ്റ് തന്നാൽ നിങ്ങൾക്ക് 4 ദിവസം കൊണ്ട് നിങ്ങൾ ഫാം ചെയ്തിട്ട് പോകുന്നവരായതുകൊണ്ടും പിന്നെ നിങ്ങളുടെ ഫാം പക്ക പെർഫെക്റ്റാണ്, ഒരു ഇതുവരെ ആയിട്ട് ഒരു കംപ്ലൈൻറ്റും ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡാണ്. പിന്നെ ഫോണിൻ്റെ വിത്തിൻ്റെ കാര്യത്തിലൊക്കെ ലീനാസിൻ്റെ ഭാഗത്തു നിന്നും 100% സഹകരണമാണ്. വിത്താണേലും ഇത് വിത്തും പെല്ലറ്റും എല്ലാ കാര്യത്തിലും സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും മേടിച്ച് വെക്കണ കൺട്രോളറാണ് ഈ കൺട്രോളറിൽ പലപ്പോഴും ഹ്യൂമിഡിറ്റി കറക്റ്റായിട്ടായിരിക്കില്ല മെഷേർഡ് ആവണേ. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇതിനേക്കാളും കുറച്ചുകൂടെ മെച്ചമായിട്ടുള്ള സെൻസേഴ്സ് ഉള്ള സിസ്റ്റമാണ്. കണ്ടോ, ഇവിടുത്തെ 88 ഡിഗ്രിയാണ് ആർച്ച്, ഏകദേശം ആ ഒരു 90. ഇത് ഇവിടെ അകത്ത് അപ്പർ സ്ഥലത്തേക്ക് പോകുമ്പോഴേക്കും 90+ വരും. അപ്പോൾ ഈ ഒരു ആർച്ച് വന്നോടത്ത് ഇത് കാണിക്കണ നോക്കി 54% ആർച്ചുള്ളൂ. ഒരിക്കലും നമ്മുടെ പുറത്ത് ആർച്ച് വരെ ഇപ്പോൾ 70% എബോവ് ഉണ്ട്. ഇപ്പോൾ ഇത് കാണിക്കുന്ന 54% ഉള്ളൂ. ടെമ്പറേച്ചറിൽ വലിയ വ്യത്യാസങ്ങളില്ല, പക്ഷേ ആർച്ചിൽ ഭയങ്കര വ്യത്യാസമാണ്. കാരണം ഇത്ര ആർച്ചിൽ ഫാൻ ആൻഡ് പാഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ പിന്നെയും താഴേണ്ടതാണ്. കാരണം പുറത്തെ ടെമ്പറേച്ചർ നമ്മളധികം വ്യത്യാസം ഇല്ലാത്തതാണ്. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം. നമ്മൾ ഇത് വെച്ചിട്ട് ആർച്ച് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. നല്ല സെൻസേഴ്സോ കൺട്രോളറോ ഉണ്ടെങ്കിലാണ് ആർച്ച് നമ്മൾ കറക്റ്റായിട്ട് തോന്നും. ഞാൻ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയ അല്ലേ? ഇത് നല്ല ഭംഗിയിലൊരു പാക്കിംഗ് റൂം പ്ലസ് വർക്ക് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ചേട്ടൻ, ഞാൻ നേരത്തെ ഒരു ചെറിയ സെറ്റപ്പ് ആയിരുന്നു, അപ്പോൾ ഇത്തവണ വന്നപ്പോൾ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇത് ചേട്ടനൊന്ന് കാണിച്ചു കൊടുക്കാം. ഇതല്ല നമ്മുടെ പാക്കിംഗ് മെഷീൻ. അത് തന്നെ, ഇത് പാക്കിംഗ് മെഷീനാണ്. ഇത് തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നത്, കറണ്ട് ഇല്ലെങ്കിൽ ഓടിക്കാം. രണ്ടും നല്ലതാട്ടോ. ഒരു കുറച്ചുകൂടെ ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ ചെയ്യണമെങ്കിൽ ഈ മെഷീൻ ഉപയോഗിക്കാം. തുടക്കക്കാർക്ക് ഈ സാധനം തന്നെ വളരെ നന്നായിട്ട് ഉപയോഗിക്കാം. ജെയിംസ് ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് വീഡിയോ കോൾ വഴിയാണ് കാണുന്നത്. അപ്പോൾ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വലിയ സ്റ്റീൽ വർക്കിൻ്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്നും പരിപാടികളൊന്നൊക്കെയാണ് എനിക്ക് ഓടി വന്നൊരു വീഡിയോ കോൾ ചെയ്ത്. ഈ നമ്മൾ ചെയ്യണ ഈ ഒരു വർക്കും സ്റ്റീലിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് അതും അതിനേക്കാളും വലിയ സ്കെയിലുള്ള വർക്കുകളും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇദ്ദേഹം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരിടത്ത് കണ്ടോ പറഞ്ഞ് ഇതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുകളോ പരിപാടികളോ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് എന്തുകൊണ്ടാണ് നമ്മളെ സെലക്ട് ചെയ്തതെന്ന് കുറച്ച് പറഞ്ഞു. അപ്പോൾ ഞാനത് ഒന്ന് ചോദിച്ചതാണ്. അപ്പോൾ അതെന്താണ് അതിനുള്ളൊരു കാര്യം? അല്ല, അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പോകാനാണ് പ്ലാൻ എന്നുള്ള കാര്യം എടുത്ത് പറഞ്ഞായിരുന്നു. ആദ്യം രണ്ടാമത്തെ ഫാം സ്വന്തമായിട്ട് ചെയ്യാനായിരുന്നേ. പിന്നെ ഞാൻ ഓർത്തപ്പം ഇത് പലയിടത്തും ഒത്തിരി കംപ്ലൈൻറ്റുകൾ കാണിക്കുന്നു. ചില സ്വന്തമായിട്ട് ചെയ്തവർക്കൊക്കെ ഒത്തിരി ഇത് വന്നിട്ടുണ്ട്, നഷ്ടങ്ങളും ഫംഗസും ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പം ചെയ്ത ഫാമിനകത്ത് ഇതുവരെ അങ്ങനെയുള്ള ഒന്നുമില്ല. വർക്കെല്ലാം കറക്റ്റാണ്. നമുക്കൊന്ന് ഒരു കംപ്ലൈൻ്റ് എന്ന് പറയാനില്ലേ, ഒന്നും പറയാനില്ല, ചൂണ്ടിക്കാണിക്കാനൊന്നുമില്ല. അല്ല, അത് കറക്റ്റ്. ഞാൻ പറഞ്ഞത് അല്ലാതെ അങ്ങനെ അല്ല, നേരത്തെ ആ ഒരു പറഞ്ഞ വികാരത്തോടെ പറഞ്ഞായിരുന്നല്ലോ. അതായത് ഒത്തിരി പേര് ഞാൻ പറയാൻ അതായത് സത്യമായിട്ടും. അപ്പം ഞാൻ ചോദിച്ചതെന്നു വെച്ചാൽ ഇപ്പോൾ ഒത്തിരി പേര് നമ്മുടെ ഇന്ന് അങ്ങനെ ഞാൻ മെറ്റീരിയലും കൊടുക്കുന്ന ആളാണ്, നമ്മൾ ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പലപ്പോഴും പലരും വളരെ ഹാഫ് നോളജ് ആയിട്ട് മെറ്റീരിയൽ എടുത്ത് പലരെയും കൊണ്ട് ചെയ്യും. ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, നമ്മൾ എത്രയും ഒരാഴ്ചക്കുള്ളിൽ പണി തീർന്നില്ല. ഇവിടെ 4-5 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് നമ്മളെ പണി തീർന്നു. ഇപ്പം ഞാൻ തുടങ്ങിയത് ഇതുപോലെയാണ്. ഇപ്പം നമ്മളൊരു ഫാം തീർത്തത് 3 ദിവസം കൊണ്ട് നമ്മൾ പണി തീർത്തു. അതായത് 3 ദിവസത്തിനുള്ളിൽ കറണ്ടും വെള്ളവും കൊടുത്ത് നേരെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫാം ചെയ്യാവുന്ന രീതിയിലോട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. ഞാനോട് ബന്ധപ്പെട്ട് ഞാൻ പറയില്ല. ഇപ്പം ഞാൻ 1-2 നമ്മളെ പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 35 ദിവസം 40 ദിവസം എടുക്കുമെന്ന് പറയും. 40 ദിവസം ഒരു ഹോട്ടലിൽ താമസിക്കണമെങ്കിൽ എത്ര എക്സ്പെൻസ് ആവും? അപ്പോൾ ഫുഡിന് 3-4 പണിക്കാർക്ക് എത്ര രൂപ ആവും? അപ്പോൾ അത് നോക്കുമ്പോൾ തന്നെ 1 ലക്ഷം രൂപ ആയി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവർ 4 ദിവസം കൊണ്ട് തീർന്നു. അവർ പറയുമ്പോൾ പൈസ അത് മാത്രമേ പറയാനുള്ളൂ, ഇപ്പുറ സൈഡ് പറയാനുണ്ടാവില്ല. എനിക്ക് എന്താ പറയാനുള്ളത്, നമ്മളിപ്പോൾ ഫാമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണല്ലോ, നമുക്കൊരു ജോലി ഉണ്ടാവും അല്ലേ, ചേട്ടൻ്റെ ജോലിയുള്ള. അപ്പോൾ നമ്മൾ ഈ ഫാം പണിയാൻ വേണ്ടി ഒരു ചിലപ്പോൾ ആദ്യമായിട്ട് പണിയുന്നത് 4 മാസം തൊട്ട് 3 മാസം വരെയൊക്കെ പിടിക്കും ഒരു ഫാമിന് തീർക്കുന്നുണ്ട്. 1 മാസം ഒരു ഫാമിന് ഏകദേശം എത്ര രൂപ വരുമാനമുണ്ടോ നിങ്ങൾക്കൊക്കെ ചെയ്ത ചേട്ടൻ അറിയാം. ഇതിന് ഏറ്റവും കുറച്ച് കിട്ടും. ഒരു ചേട്ടൻ്റെ ഈ ഫാമിന് ഏറ്റവും കുറഞ്ഞത് ഒരു 30,000 രൂപ കൂട്ടി. 4 മാസത്തെ വിളവിൻ്റെ ലാഭം, 4 മാസം ആ ലാഭം കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ ആയില്ലേ, ആ എക്സ്ട്രാ കൊടുക്കുന്ന പൈസ അവിടെ എങ്ങനെ കൂട്ടിയാൽ പിന്നെ നമുക്കൊന്നും അറിയാം, നമ്മുടെ ടെൻഷൻ മറ്റേ നമ്മൾ പെയിന്റ് വാങ്ങിക്കാൻ വേണം. അപ്പോൾ അങ്ങനത്തെ ആ ഒരു വേഗം പണി തീരുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനും ഒരേ പൈസ എടുത്തു വെച്ചിട്ട് തുടങ്ങാൻ പറ്റും. അപ്പോൾ
നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന രീതിയിൽ എനിക്ക് പണിത് വേടിയിൽ എന്നുള്ള ഫീഡ്ബാക്ക് കിട്ടിയത് അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. അത് പെർഫെക്റ്റ് കിട്ടും. നമ്മൾ പണി പിടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. അല്ലേ, ഇതേ സാധനം തന്നെ ഇപ്പോൾ വീട് പണിയിൽ നടക്കുന്നുണ്ട്. വീട് പണിയിലും പലരും പണ്ടത്തെ കാലത്ത് എല്ലാം നമ്മൾ സ്വന്തമായിട്ട് വീട് പണിത് ഓരോരുത്തർക്ക് കോൺട്രാക്ട് കൊടുക്കണമായിരുന്നു. എൻ്റെ അളിയനടുത്ത ദിവസങ്ങളിൽ പണിതു ഞാൻ മുമ്പിൽ കാണണം. കാരണം ഇപ്പോഴത്തെ ആ ഒരു സെനാരിയോയിൽ പല പല ആൾക്കാരെ കൊണ്ട് കറക്റ്റ് ടൈമിൽ പണിയിച്ച് കിട്ടുക എന്ന് പറയണത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടേറിയ ഇതായി നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ അകത്താണെങ്കിൽ സ്ട്രക്ചർ വർക്ക് വരും. സ്ട്രക്ചർ ചെയ്യണവർ ചിലപ്പോൾ ഷീറ്റ് ചെയ്യില്ല, ഷീറ്റ് ചെയ്യണവർ ചിലപ്പോൾ അതും ഉണ്ടാവും. ഇലക്ട്രിക്കൽ വർക്ക് വരും, പ്ലംബിങ് വരും. അപ്പോൾ ഇതെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് ഒറ്റയടിക്ക് തീർത്ത് പോവുക എന്ന് പറയുന്നത് എങ്ങനെ പോയാലും അതിനൊരു സമയമെടുക്കും. പിന്നെ പലരും ഈ ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് ഒറ്റയടിക്ക് ഇത് വേറെ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട്, എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ഫാമുകൾ കുറച്ച് പഠിച്ച് ചെയ്യണവരുണ്ട്. ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, നമ്മൾ സ്വന്തമായിട്ട് പണിയപ്പോൾ ഞങ്ങൾ വിളിക്കാവുന്നവർക്ക് സ്വന്തമായി പണിയാനുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻ ഞങ്ങൾ പറഞ്ഞു കൊടുക്കണേ. ഞാൻ രാവിലെ ഒരുപാട് ഫ്രീ, നമ്മൾക്ക് പറ്റുമ്പോൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് എങ്ങനെ ഫാം പണിയാൻ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അവർക്കുള്ള ഫുൾ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ്ലി അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ ഇത് നമ്മുടെ പണിയാൻ വരുന്ന ആൾക്കാർക്ക് ഈ കൂൺ ഫാം ഇതുവരെ കാണുപോലും ചെയ്യാത്ത ആൾക്കാരെ കൊണ്ടാക്കി നമ്മൾ പണിയപ്പേക്ക് പോകുന്നത്. അപ്പം നമ്മളിവരെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് വരുമ്പോൾ ഞങ്ങൾ കാണുന്ന പ്രശ്നം വെച്ചാൽ നമ്മൾ ഉദ്ദേശിച്ച സാധനം ഔട്ട്പുട്ട് വരുമ്പോൾ നമ്മുടെ ഉദ്ദേശിച്ച സാധനം ഇല്ല. അവിടെയാണ്. അപ്പോൾ ഒരു അടി ഹൈറ്റ് കുറഞ്ഞു പോയി. അപ്പോൾ തന്നെ നമ്മുടെ ഒരു ഫാമിന് 1000 ബെഡ് കിടക്കുന്ന ഫാമിൽ അത് 800 ആയി. അപ്പം നമ്മൾ അതിനുള്ള കറണ്ടും വെള്ളവും അതിൻ്റെ ചിലവൊക്കെ ഒന്നുമില്ല. 200 ബാഗ് അവിടെ ഇവിടെ തന്നെ കണ്ടില്ല. ഇവിടെ തന്നെ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഒരു അടി കുറച്ചു. അപ്പോഴത്തേക്കും ഫാമിൽ തന്നെ 200 ബെഡിൻ്റെ കുറവ് അവിടെ വന്നത്. അപ്പോൾ ആ 200 ബെഡ് എന്ന് പറഞ്ഞാൽ മന്ത്ലി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3000-4000 വ്യത്യാസം അവിടെ തന്നെ ഒരു മാസം ലാഭ വ്യത്യാസം വരും. ഇതിപ്പോൾ നമ്മൾ പെല്ലറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കണല്ലേ, ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഇതിൻ്റെ ഒരു പരിപാടി വളരെ സിമ്പിളാണ്. എന്നാലും ഒന്ന് പറഞ്ഞു കൊടുക്കും അതിൻ്റെ ഒരു എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. ഇതൊരു ഓപ്പൺ പാത്രമായിരുന്നു. ഇത് നമ്മൾ അലുമിനിയത്തിൻ്റെ ഒരു അടപ്പ് വെച്ച് നമ്മൾ മുണ്ടക്കയത്ത് കൊടുത്തൊരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് സെറ്റ് ചെയ്തു. പിന്നെ തുളച്ച് ടാപ്പ് സെറ്റ് ചെയ്തു. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 10 പെല്ലറ്റ് നിറച്ച് വെക്കും. ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് എടുത്തു. അപ്പം 10 ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആരും സഹായത്തിനില്ലെങ്കിൽ നമ്മൾ എടുത്ത് അവിടെ വെച്ച് അപ്പം നമുക്ക് 1 മണിക്കൂറിന് വെള്ളം തിളയ്ക്കും. മറ്റേത് 2 മണിക്കൂർ എടുക്കുമായിരുന്നു. ഇത് ആയതിനു ശേഷം നമുക്ക് ഗ്യാസിൽ ഒരു 1.5 മണിക്കൂർ ലാഭമുണ്ട്. അപ്പോൾ ഒരു ഗ്യാസ് വീട്ടിന് ഏകദേശം എത്ര തിളപ്പിക്കാൻ പറ്റും? എത്ര ഇപ്പം ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നാലും എനിക്ക് തോന്നുന്നൊരു 10-700 ബെഡ് നമുക്ക് ഒരു കുറ്റി കൊണ്ട് ചെയ്യാം. അപ്പോൾ 1 രൂപയ്ക്കേ വരുന്നുള്ളൂ. 1 രൂപയ്ക്കേ ആവുന്നുള്ളൂ. നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ചോദ്യങ്ങളാണ് ഒരു ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിൻ്റെ കംപ്ലയിൻറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് ഫാൻ ആൻഡ് പാഡ് സിസ്റ്റം, അല്ലെങ്കിൽ അത് എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള. ഇതിപ്പോൾ ഒരു 300 സ്ക്വയർ ഫീറ്റ് ഫാമിൻ്റെ ഫാൻ ആൻഡ് പാഡ് സിസ്റ്റമാണ്. ഇതാണ് പാഡ്. ഈ പാഡ് നമ്മളൊരു ഫ്രെയിമിലാണ് ഫിറ്റ് ചെയ്തേക്കണേ. 6 അടി, 4 അടി, 4 ഇഞ്ച്, 6 ഇഞ്ച്, അങ്ങനെ പല ഇഞ്ചിലുള്ള പാഡുകൾ കിട്ടും. പക്ഷേ 4 ഇഞ്ചും 6 ഇഞ്ചും ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കാറ്. 4 അടി അല്ലെങ്കിൽ 6 അടിയാണ് കോമൺ ആയിട്ട് പാഡിന് ഉപയോഗിക്കാറ്. പാഡ് ഒന്നൊന്നിന് വേണ്ടിയിട്ട് ഇത് വെച്ചേക്കുവാണ്. ഈ പാഡിൻ്റെ അകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് വെക്കേണ്ട ഒരു അലൈൻമെൻറ്റ് ഉണ്ട്. അതായത് സ്ട്രെയിറ്റ് അലൈൻമെൻറ്റിലാണ് അത് വെക്കണേ. ഇതിൻ്റെ അകത്തോട്ട് അപ്പുറം ഫാൻ വെക്കണു, വായു വലിക്കണു. വായു അകത്തോട്ട് വലിക്കുമ്പോൾ ഇവിടെ ഒരു എയർ എക്സ്ചേഞ്ച് ഉണ്ടാവും, ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവും. അതിലാണ് ഫാമിൻ്റെ ഉൾഭാഗം തടങ്ങുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം വെള്ളം ചാടുന്നുണ്ട് ഇതിൻ്റെ അകത്തങ്ങനെ. വെള്ളത്തിൻ്റെ ഇത് ചാടിക്കും. ആ ഒരു നനവാണ് നമുക്ക് അകത്ത് തണുപ്പായിട്ട് കിട്ടണം. ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വളരെ കുറച്ച് വെള്ളം മതി. പക്ഷേ ഫുൾ ടൈം ഇതിൻ്റെ മോട്ടർ റണ്ണിങ് ആയിരിക്കണം. രാജേട്ടാ, ഈ ഫാം പണിയാകുമ്പോൾ എല്ലാവരും വിളിച്ചു ചോദിക്കാറുണ്ട് ഫാൻ ആൻഡ് പാഡിൽ ഏത് ടൈപ്പ് മോട്ടർ വെക്കണം. 1ൻ്റെ മോട്ടർ വെക്കണോ, 1/2 മോട്ടർ വെക്കണോ, പാഡ് എത്ര വരെ ഓഫ് ചെയ്യണം, ഓൺ ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ വെച്ചേക്കുന്നത് വളരെ ക്ലിയർ ആണ്, നമുക്ക് അതിന് ഐഡിയ ഉണ്ട്. ഇത് എന്താണ് ഇതിൻ്റെ അകത്ത് സീക്രട്ട് എന്നൊന്ന്? അതെ, ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാൻ ആൻഡ് പാഡിൻ്റെ ഈ ഒരു പമ്പ് സിസ്റ്റവും പാഡ് സിസ്റ്റവും 24 hours റൺ ചെയ്യുന്ന സിസ്റ്റമാണ്. നമുക്ക് എത്ര പമ്പുണ്ട് 24/7 നമുക്ക് റൺ ചെയ്യാൻ പറ്റണം. മാത്രമല്ല അതിൻ്റെ പവർ നമ്മൾ നോക്കണമല്ലോ. 1/2 മോട്ടർ എന്ന് പറഞ്ഞാൽ 1/2 HP. 1ൻ്റെ മോട്ടർ എന്ന് പറഞ്ഞാൽ 1 HP. അത് മാത്രം 24 മണിക്കൂർ ഓടുമ്പോഴുള്ള 1 HP കാൽക്കുലേഷൻ നോക്കി. അതുകൂടാതെ അത് കത്തിപ്പോണ പരിപാടികളും ചെയ്യും. ഇതിനകത്ത് വെക്കണത് 40 വാട്ട്സ് അല്ലെങ്കിൽ 50 വാട്ട്സ് മാത്രം എടുക്കുന്ന പമ്പുകളാണ് ഇതിൻ്റെ അകത്ത് ഇരുന്ന് ഓടണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ അപ്പോൾ ചിലർ ചോദിക്കുന്നത് അക്വേറിയം പമ്പാണോ സബ്മേഴ്സിബിൾ പമ്പാണോ? ഇതെല്ലാം ഏകദേശം ഒരേ ടൈപ്പ് കാറ്റഗറി. ഇതിൽ തന്നെ പല കാറ്റഗറി ഡിഫറൻസുകളുണ്ട്. എനിക്ക് തോന്നണം നമ്മുടെ ഒരു ഫാമിനൊക്കെ വേണ്ട 100 വാട്ട്സിൻ്റെ വെക്കുന്ന നല്ലത്. അത് തന്നെ, അത് ഓരോ ഫാമിൻ്റെ പാഡിൻ്റെ സൈസ് അനുസരിച്ചിട്ടാണല്ലോ നമ്മൾ പാഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ പമ്പ് എടുക്കത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പമ്പ് കാണിക്കാം. പമ്പ് കാണാം.
ഇനി പിന്നെ അത് പമ്പിൻ്റെ ഒരു ചെറിയ ഇത് പറയുവാണെങ്കിൽ ഒന്ന് പമ്പ് ചെയ്ത് ഓൾറെഡി ഇതിൻ്റെ അകത്തേക്ക് പോകണം, പാഡിൻ്റെ അകത്തേക്ക് ഫ്ലോ കൂടുതൽ പരിപാടിയാണ്, നമുക്കൊരു കറക്റ്റ് സൈസ് ഫ്ലോ കിട്ടില്ല. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബൈപ്പാസ് ഇട്ടേക്കണം, അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇതുപോലെ തന്നെ ഈ പാഡിൻ്റെ അകത്തുള്ള വെള്ളം കൂടുതൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലും ഒക്കെ ആയിട്ട് അകത്തും വാൽവുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്, അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം വെള്ളം ഒത്തിരി കുതിച്ച് ചാടേണ്ട ആവശ്യമില്ലല്ലോ, ചെറിയൊരു ആ ഒരു വെറ്റ്നെസ് നിന്നാൽ മതി. അതുപോലെ തന്നെ വെള്ളം തിരിച്ചതേ ഇതികൂടെ വന്ന് തിരിച്ച് ടാങ്കിലോട്ട് ചാടണം. ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ 24/7 പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ ഒരു ഫാമിൻ്റെ പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കുന്ന കാര്യമാണല്ലോ ഈ പമ്പും പരിപാടികളൊക്കെ. അപ്പോൾ ആ ടൈപ്പ് പമ്പ് എടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പമ്പുകൾ. അപ്പോൾ പല പല ബ്രാൻഡുകളുണ്ട്. ഓരോ ഇപ്പോൾ ടെക്നോളജി കൂടി ഇതുപോലെ വന്ന കാരണം നല്ല നല്ല ബ്രാൻഡുകളും നല്ല നല്ല പ്രോഡക്ട്സും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സബ്മേഴ്സിബിൾ ആയിട്ടുള്ള ലോ ഹെഡ് ഹൈ ഫ്ലോ പമ്പുകളാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതും എപ്പോഴും ഹെഡ് ശ്രദ്ധിക്കണം, എന്തോരം പൊക്കത്തിലാണ് നിങ്ങൾ വെക്കണത്. ഒത്തിരി താത്തിക്ക് വെക്കണമെങ്കിൽ ചിലപ്പോൾ പമ്പ് എടുക്കില്ല. അപ്പോൾ അതനുസരിച്ചുള്ള പമ്പുകൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ നാടൻ പമ്പുകൾ വെച്ചിട്ട് ഇത് ചെയ്യൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചുകൊണ്ട് പോകും, ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു അബദ്ധമാണ് എനിക്ക് തോന്നുന്നത്. അത് മറ്റേ 1000 HP മോട്ടോർ മറ്റോ വെക്കും, അതിനും ഹൈ ഹെഡായിരിക്കും, പോവുകയും ചെയ്യും, ഇലക്ട്രിസിറ്റി ബിൽ ഭയങ്കര കൂടെ. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 5 വർഷമായിട്ട് കൃഷി ചെയ്ത് വന്ന ഹൈ ഡെൻസിറ്റി മഷ്റൂം ഫാം ചെയ്തു വന്ന ഒരാളെ കണ്ടു. അവരുടെ ആ ഒരു വിജയ കഥ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ യാത്ര അവർ എക്സ്പ്ലെയിൻ ചെയ്തു. ഇന്ന് കണ്ടത് ഒരു വർഷമായിട്ട് ഈ ഒരു യാത്രയുടെ പോയി അടുത്തൊരു ഫാമിലേക്ക് കിടക്കുന്ന ആൾക്കാരെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇന്ന് കണ്ട ഇതിൽ നിന്ന് ജിത്തു എന്തായിരിക്കാം അവരുടെ ഒരു വിജയമന്ത്രം? രണ്ടുപേരുടെ ഇതുണ്ട്, പക്ഷെ ഇന്ന് കണ്ടത് വെച്ചിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം. നമുക്ക് ഇപ്പം കഴിഞ്ഞ തവണ ഈ തവണ ചെയ്ത രണ്ടു പേർക്ക് ഒരു കോമൺ ഫാക്ടറുള്ള രണ്ടുപേര് ആദ്യമേ ഒരു പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് എന്ന രീതിയിൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി അവരൊരു ബേസിക് ഒരു നോളജുമായിട്ടാണ് ഫാമിലേക്ക് വന്നത്. അതായത് സാധാരണ രീതിയിൽ ചെറിയ കിട്ടിയ ഒരു ചെറിയ രീതിയിലൊരു ഫാം ചെയ്ത് മെന്റലി പ്രിപ്പയർഡ് ആയിരുന്നു, എന്താണ് കോൺട്രിബ്യൂഷൻ അറിയാം, സീറോ നോളജിലല്ല വന്നേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊരു അവർക്ക് പറ്റുന്ന പരിപാടി ആയതുകൊണ്ടാണ് അവർ പൈസ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ആരോടും അങ്ങനെയാണ് അവർ ഹൈ ഡെൻസിറ്റി മഷ്റൂം ഫാം പണിയാനുള്ള മുമ്പോട്ട് വന്നേക്കണം. അപ്പോൾ അവർക്കൊരു ബേസിക് കാര്യങ്ങൾ അവർക്ക് അവരും അവരുടെ ഫാമിലിയും ഇത് ചെയ്യാനൊരു പ്രിപ്പറേഷൻ ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലാവരും പറഞ്ഞാൽ ആദ്യം ചെറുതായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു ടൈമാണ്. അവരെല്ലാവരും തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ 1 year അല്ലെങ്കിൽ 6 months ഒക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണ് കൂടുതൽ സക്സസ്ഫുൾ ആവുന്നത്. പിന്നെ ഇപ്പോഴത്തെ രീതിയിൽ ഇവർ പെട്ടെന്ന് ഒരു ക്യാച്ചപ്പ് ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ രീതിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗത്തൊക്കെ അപ്പോൾ കൂണുകൾക്ക് എല്ലാ ചെറിയ കടകളിൽ ഇപ്പോൾ നല്ല സെയിൽസ് ആയി തുടങ്ങി. അപ്പോൾ തന്നെ ഇവർ എന്തുകൊണ്ട് സെക്കൻഡ് ഫാം വന്നു വെച്ചാൽ ഫസ്റ്റ് ഫാമിൽ വെച്ചിട്ട് അവർക്ക് പ്രൊഡക്റ്റ് കടയിൽ റെഗുലറായിട്ട് കൊടുക്കാൻ തികയുന്നില്ല. അപ്പോൾ അവർ ബെഡ് ഇട്ട് തുടങ്ങിയത് January 1ാം തീയതിയാണ്. അപ്പോൾ ഒരു July ആയപ്പോഴത്തേക്ക് തന്നെ അവർ അത്യാവശ്യം റീച്ച് ചെയ്തു, മാർക്കറ്റ് റീച്ച് ചെയ്തു. അവർക്ക് അടുത്ത ഫാം ഓൾറെഡി നമ്മൾ അന്ന് തന്നെ പ്ലാൻ ചെയ്തു. സെക്കൻഡ് ഫാമിൻ്റെ സ്പേസ് ഒക്കെ ഇട്ടിട്ട് അന്ന് തന്നെ പോകുന്നേക്കണം. നമുക്കറിയാം നമ്മളെപ്പോഴും കണ്ട ഫാം പണിയുമ്പോൾ സെക്കൻഡ് ഫാം എവിടെ പണിയുന്നവർ പ്ലാൻ ചെയ്തിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ബേസിക്കലി ഇത് സക്സസ് ആവുന്ന ഒന്നാമത്തെ കാരണം ഇവർ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിൽ അവർ ഒരു സ്റ്റഡി നടത്തി പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തുടങ്ങിയിട്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി മാർക്കറ്റിങ്ങിന് അവർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്തു. ഇതെല്ലാമാണ് എൻ്റെ സക്സസ്ഫുള്ളൊരു കാരണം. പിന്നെ ഒരു കാര്യം, നമുക്കിപ്പോൾ നല്ലൊരു എന്താ പറയുക മഷ്റൂമിനൊരു മാർക്കറ്റ് ഇപ്പോൾ കടകളിലുണ്ട്. നമുക്ക് ചെറിയ കടകളിൽ തന്നെ വിൽക്കാം. പക്ഷേ വിൽക്കുന്ന കാര്യമൊക്കെ നമ്മൾ ആ ഒരു ഡെയിലി റുട്ടീൻ്റെ ഭാഗമാണ്. ഒരു ബിസിനസ്സായിട്ട് തന്നെ കാണണം. 360 ഡിഗ്രിയിൽ നമ്മളെല്ലാം ചെയ്യണം. പക്ഷേ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൃത്യമായ പ്രോഫിറ്റ് ഉള്ളൂ. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഈ ഇയർ കഴിയുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഫാം ബ്രേക്കിനോ ഓൾമോസ്റ്റ് അതിൻ്റെ ഫുൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ എല്ലാം അവർക്ക് പ്രോഫിറ്റായിട്ട് തന്നെ തിരിച്ചു വരും. ഇപ്പോൾ തന്നെ ഏകദേശം ഇന്നത് കണക്ക് നോക്കിയപ്പോൾ കണ്ടല്ലോ, ഏകദേശം ആയി. ഇപ്പോൾ ജനുവരി അടുത്ത January 1ാം തീയതി അവർ 100% ഇപ്പം തന്നെ അത്യാവശ്യം നല്ല എനിക്കൊന്നുമില്ല ബാക്കി അത് നല്ല രീതിയിൽ കവർ ചെയ്തു ഒരു എമൗണ്ട് വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പലപ്പോഴും കണ്ട് അവരുടെ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് മുകളിൽ ഡിമാൻഡ് കൂടി വരികയും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തപ്പോഴുള്ള ഇതാണല്ലോ പെട്ടെന്നൊരു ഫാമോടെ ആഡ് ചെയ്ത് ആ ഡിമാൻഡോടെയും കേറ്റർ ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നത്. അപ്പോൾ അത് സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ആ ഇതിൽ കാണുന്നതിൽ. അപ്പോൾ ഇനി അടുത്ത സ്ഥലവും അടുത്ത ലേണിങ്സും ആയിട്ട് കാണാം. താങ്ക് യു.